ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ ന്യൂ സിലബസ് ബൂഡി കാക്കി എന്ന 3ാമത്തെ പാഠഭാഗത്തിലെ ഒരു പടക്കഥയുടെ മാതൃകയാണ്. എല്ലാവരും ഈ ഒരു മാതൃക ശ്രദ്ധിച്ച് പഠിക്കുകയും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ എക്സാമിന് നമ്മൾക്ക് പടക്കഥ എഴുതാൻ പറയും. അതിന് പാഠഭാഗത്തിൽ നിന്ന് സൂചനയായി, അതായത് ഇൻഫർമേഷൻ ആയിട്ട് തരും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം പടക്കഥ തയ്യാറാക്കാൻ. ആദ്യം നമ്മൾ ഇത് നടക്കുന്ന സ്ഥലമാണ് എഴുതേണ്ടത്, അതായത് സ്ഥാൻ എന്ന് കൊടുക്കും. 2ാമത്തെ വരിയിൽ സമയ, അതായത് സമയം. 3ാമത്തെ വരിയിൽ കഥാപാത്ര, അതായത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കൊടുക്കണം. പിന്നെ ഘടന, അതായത് സംഭവം ഏത് സാഹചര്യത്തിലാണ് നടക്കുന്നത് എന്ന് എഴുതണം. പിന്നെ അടുത്തതായിട്ട് സംവാദ്, അതായത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഇതെല്ലാം എഴുതുന്നതോടെ തിരക്കഥ, അതായത് പടക്കഥ അവസാനിച്ചു. അപ്പോൾ നമ്മൾക്ക് പാഠഭാഗത്തിൽ നിന്ന് ഏത് സൂചനയാണ് തന്നതെന്ന് നോക്കാം, വായിച്ചു നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. സൂചന, അതായത് ഇൻഫർമേഷൻ. വായിച്ചു നോക്കാം. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छी रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. भरपेट भोजन से भी वह वंचित थी. ചോദ്യം കൊടുത്തിട്ടുണ്ട്, പടക്കഥാക്ക ദൃശ്യയിലേക്ക്. ഓക്കെ, ഈ സൂചനയുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छी रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. ബുദ്ധിരാമും ഭാര്യ രൂപയും തന്റെ കാക്കിയോട് അപ്പോൾ വരെ വളരെ നല്ല പോലെയാണ് നിന്നിരുന്നത്. എപ്പോൾ വരെയാണോ കാക്കി തന്റെ മുഴുവൻ സമ്പത്തും ഉപഹാരമായി നൽകാതിരുന്നത്, അതായത് സമ്പത്ത് ബുദ്ധിരാമന്റെയും രൂപയുടെയും പക്കൽ കിട്ടിയതോടെ വേ ലോഗ്, അവർ ആളുകൾ, അവര് ബാത്ത് ബാത്ത് per ഓരോ വാക്കുകളിലും ബൂഡി കാക്കിയെ അപമാൻ അവർ തിരസ്കാർ കർത്തേതെ, അപമാനിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബർപ്പേഡ് ഭോജൻസേ, അതായത് വയറ് നിറയെ ഭക്ഷണം കിട്ടുന്നതിൽ പോലും വഞ്ചിരുത്തി, അവർ വഞ്ചിക്കപ്പെട്ടിരുന്നു. അതായത് വിശപ്പടക്കാൻ ഭക്ഷണം വരെ അവർക്ക് കിട്ടാതായി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ഈ സൂചന വെച്ചിട്ട് ഒരു പടക്കഥ തയ്യാറാക്കണം. ചോദ്യം നോക്കാം. പടക്കഥാക്ക ദൃശ്യയിലേക്ക്. ആദ്യം നിർബന്ധമായിട്ടും നിങ്ങൾ ഹെഡിങ് കൊടുക്കണം, പടക്കഥ എന്ന് ഹെഡിങ് കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ദൃശ്യ, പിന്നെ നമ്മൾ പറഞ്ഞു സ്ഥാൻ, എവിടെ വെച്ചാണോ ഇത് നടക്കുന്നത് ആ ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്ഥാൻ. ബൂഡി കാക്കി കെ ഘർ കാ കമര, ബൂഡി കാക്കിയുടെ വീടിൻ്റെ ഒരു കമര, റൂം. സമയ സവേരെ 11 ബജെ, രാവിലെ 11 മണി. പാത്ര, കഥാപാത്രങ്ങൾ ബൂഡി കാക്കി ബുദ്ധിരാം രൂപ. ഘടന, സംഭവം ബുദ്ധിരാം അവർ രൂപ ഭോജൻ ന ദേക്കർ ബാത്ത് ബാത്ത് पर ബൂഡി കാക്കി का अपमान അവർ തിരസ്കാർ करते हैं. ബുദ്ധിരാമും രൂപയും ഭോജൻ ന ദേക്കർ, ഭക്ഷണം കൊടുക്കാതെ ബാത്ത് ബാത്ത് पर ഓരോ സംസാരത്തിലും ബൂഡി കാക്കി അപമാൻ അവർ അപമാനിക്കുകയും തിരസ്കാർ करते, തിരസ്കരിക്കുകയും ചെയ്യുന്നു. സംവാദ്, ഇനി സംഭാഷണം. ബൂഡി കാക്കിയാണ് ആദ്യം പറയുന്നത്. മേ ബഹുത്ത് ഭൂക്കി ഹും ബേട്ടി, എനിക്ക് വളരെയധികം വിശക്കുന്നുണ്ട് മകളെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് മകളെ. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. രൂപ, ആപ്പ് ജാവോ, രൂപ അപ്പം പറയാണ് ആപ്പ് ജാവോ, താങ്കൾ പോവൂ, ഫിർ ദൂങ്ക, പിന്നെ തരാം എന്ന് പറയുന്നു. പിന്നെ തരും, പിന്നെ നൽകും. ബൂഡി കാക്കി ഇത് കേട്ടിട്ട് 11 ബജെ ഹോ ഗയി, 11 മണിയായി. അബ് തക്ക് ഏക്ക് ബൂന്ത് ചായ ബീന മിലി, ഈ സമയം വരെ എനിക്കൊരു തുള്ളി ചായ പോലും കിട്ടിയിട്ടില്ല ബേട്ടി മകളെ. രൂപ, ആ ഓക്കെ. യഹാം ഖാനെ പീനേക്കിലെ കുച്ചുബി നെഹി, ഇവിടെ എന്താണ് കഴിക്കാനും കുടിക്കാനും ഒന്നും കുച്ചുബി നെഹി ഒന്നുമില്ല. ആപ്പ് ജാക്കർ വിശ്രാം കരോ, താങ്കൾ പോയിട്ട് വിശ്രമിക്കൂ. ബൂഡി കാക്കി അത് കേട്ടിട്ട് രോരയിഹെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മേ ക്യാ കരും, ഞാൻ എന്ത് ചെയ്യും. ബൂഡി കാക്കി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കരയുന്നു. ബുദ്ധിരാം, ക്യാ ഹുവാ മാം, ബുദ്ധിരാം ആ സമയത്ത് വന്നിട്ട് ചോദിക്കുന്നു, ക്യാ ഹുവാ മാ, എന്താ ഉണ്ടായത് അമ്മേ. ബൂഡി കാക്കി ആ സമയത്ത് പറയാണ്
മേ ബഹുത്ത് ഭൂക്കി ഹും ബേട്ടാ, എനിക്ക് നല്ല വിശപ്പുണ്ട് മകനെ എന്ന് ബൂഢി കാക്കി പറയുന്നു. അത് കേട്ട് ബുദ്ധിരാം ബുരാ കർ ചീത്ത പറഞ്ഞിട്ട് ജാവോ പോവൂ, കുച്ച് ദേർ ബാദ് തൂങ്ക, കുറച്ച് കഴിഞ്ഞിട്ട് നൽകും എന്ന് ബുദ്ധിരാം ബൂഢി കാക്കിയോട് പറയുന്നു. ബൂഢി കാക്കി ഓക്കെ ടീക്ക് ഹേ ബേട്ടാ, ശരി മകനെ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പടക്കഥ എഴുതുന്ന രീതി പഠിച്ചുവല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഏത് ഭാഗം നിങ്ങൾക്ക് സൂചനയായിട്ട് തന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, എല്ലാവരും എഴുതേണ്ട രീതി പഠിച്ചുവല്ലോ. ഓക്കെ, എൻ്റെ ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.